സത്യം പറയാലോ, ഇപ്പൊ ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ പോകുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളാണെങ്കിൽ കുറച്ച് ടെൻഷൻ ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ വാർ സിറ്റുവേഷനും എല്ലാം കൂടെ ഗ്യാസിന്റെ പ്രൈസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഓരോ പുതിയ സിലിണ്ടർ വീട്ടിലേക്ക് വാങ്ങുമ്പോഴും ഓരോരുത്തരും ചിന്തിക്കുന്നത് ഇത് ഇനി എത്ര ദിവസം കിട്ടും, ഇനി അടുത്തത് വാങ്ങണ്ടേ, അതിന് പൈസ ചെലവാക്കണ്ടേ എന്നൊക്കെ. എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലി കൂടി ആകുമ്പോൾ ടെൻഷൻ ഇസ് റിയൽ. അതിൻ്റെ കൂടെ തന്നെ ന്യൂസിൽ ഗ്യാസ് ഷോർട്ടേജ്, ഡെലിവറി ഡിലേ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് എല്ലാം നോക്കി തുടങ്ങും. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ, ഇൻഡക്ഷൻ സ്റ്റവ് വാങ്ങിയാൽ എല്ലാം റെഡി ആവുമോ? യൂട്യൂബിലും ഇന്റർനെറ്റിലും ഒക്കെ ഫുൾ കൺഫ്യൂഷൻ ആണ്. ഇൻഡക്ഷൻ ആണോ ബെറ്റർ അല്ലെങ്കിൽ ഗ്യാസ് തന്നെയാണോ? ഒരാൾ പറയും ഇൻഡക്ഷൻ ആണ് ബെസ്റ്റ്, മറ്റേ ആൾ പറയും ഗ്യാസിനെ റീപ്ലേസ് ചെയ്യാൻ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്ഷൻ വേഴ്സസ് ഗ്യാസ് കമ്പാരിസൺ ആണ്. അപ്പൊ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും, ഇൻഡക്ഷൻ വേണോ ഗ്യാസ് വേണോ, ഏതാണ് നിങ്ങളുടെ വീടിനും പോക്കറ്റിനും ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ബോസ്വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ. ഐ എം അക്ഷര. ഫസ്റ്റ് നമുക്ക് ഗ്യാസ് സ്റ്റവിന്റെ എക്സ്പീരിയൻസിനെ പറ്റി നോക്കാം. നമ്മളെല്ലാവരും ചെറുപ്പം തൊട്ടേ ഗ്യാസ് സ്റ്റവ് കണ്ടും അത് ഉപയോഗിച്ചും വളർന്നവരാണ്. ഇപ്പം കിച്ചണിൽ പേരൻസ് ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ഫീലാണ്, ഒരു ഹാബിറ്റാണ്, ഒരു ഇമോഷനുമാണ്. ഗ്യാസ് സ്റ്റവിൽ കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊരു ഫ്രീഡം ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഹീറ്റ് കുറയ്ക്കാം, കൂട്ടാം, എത്ര വലിയ വെസൽസ് വേണമെങ്കിൽ അതിൽ വെച്ച് കുക്ക് ചെയ്യാം, നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാം, ബിരിയാണി സ്ലോ കുക്ക് ചെയ്യാം. കംപ്ലീറ്റ് കൺട്രോളും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ ഗ്യാസ് സ്റ്റവ് ഒബ്വിയസ്ലി ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയാണ്. എസ്പെഷ്യലി ഇന്ത്യൻ കുക്കിംഗ്, നമ്മുടെ റെസിപ്പീസ് എല്ലാം ഫ്ലെയിം ബേസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റവ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ അവിടെ ഒരു ഹിഡൻ പ്രോബ്ലം ഉണ്ട്. ഗ്യാസ് സ്റ്റവ് ആക്ച്വലി അത്ര എഫിഷ്യൻ്റ് അല്ല എന്ന് പറയാനുള്ള കാരണമുണ്ട്. ബിക്കോസ് ചില സമയത്ത് നമ്മുടെ ഫ്ലെയിം കറക്റ്റ് വെസലിലേക്ക് വരില്ല, ചൂട് കറക്റ്റ് നമ്മൾ വെക്കുന്ന പാത്രത്തിലേക്ക് വരുന്നില്ല. ആ സമയത്ത് കുറേയൊക്കെ ഫ്യൂവൽ വേസ്റ്റ് ആയി പോവുകയാണ്. അങ്ങനെ വേസ്റ്റ് ആകുന്ന സമയത്ത് നമ്മുടെ സിലിണ്ടർ വേഗം തീർന്നു പോവോ എന്നുള്ളൊരു പേടിയും നമുക്കുണ്ടാവും. ഇനി നമുക്ക് ഇൻഡക്ഷനിലേക്ക് വരാം. ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ വിചാരിക്കും ഇതിൽ കുക്കിംഗ് ഒക്കെ നടക്കുമോ, കാരണം ഫ്ലെയിം ഇല്ല, സൗണ്ട് ഇല്ല, ഒന്നുമില്ല. പക്ഷേ യൂസ് ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും ഇത് അടിപൊളിയാണെന്ന്. ഒരു ചായ ഉണ്ടാക്കാനാണെങ്കിലും വെള്ളം തിളപ്പിക്കാനാണെങ്കിലും ഗ്യാസിനെക്കാട്ടിലും ഫാസ്റ്റുമാണ്, ഒട്ടും ടൈം എടുക്കുന്നുമില്ല. കാരണം വളരെ സിമ്പിളാണ്, ഹീറ്റ് ഡയറക്റ്റ് വെസലിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എനർജി വേസ്റ്റേജ് സംഭവിക്കുന്നില്ല. സോ ഇൻഡക്ഷൻ കുക്കിംഗ് എന്ന് പറയുന്നത് മോഡേൺ ലൈഫിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. എസ്പെഷ്യലി രാവിലെ എണീറ്റ് റഷ് ചെയ്ത് ഓഫീസിലൊക്കെ പോകാനുണ്ടെങ്കിൽ, നമുക്ക് പെട്ടെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ ഇൻഡക്ഷൻ കുക്കർ പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇതെല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ല. ഓണസ്റ്റ് ആയി പറയുകയാണെങ്കിൽ ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം റൊട്ടിയൊക്കെ നമുക്ക് ഫ്ലെയിമിൽ പൊള്ളിക്കാൻ പറ്റില്ല. ഓൾസോ ഇപ്പം ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യേണ്ട റെസിപ്പീസ്, അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അതൊന്നും നമുക്ക് ഇതിൽ നടക്കില്ല. ഒരു ബിരിയാണി സ്ലോ കുക്കൊക്കെ ചെയ്ത് കിട്ടുന്ന ഒരു ഫീലും ടേസ്റ്റും ഒരിക്കലും ഇൻഡക്ഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. സോ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൽ ഗ്യാസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദ ടേസ്റ്റ് ആൻഡ് ഫീൽ, അല്ലേ? ഇൻഡക്ഷൻ പലരും വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് സിസ്റ്റം പോലെയാണ്, അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ പോലെയാണ്. മോസ്റ്റ്ലി കുറേ വീടുകളിൽ ഗ്യാസും ഇൻഡക്ഷനും ഒരുമിച്ച് യൂസ് ചെയ്യുന്നവരുണ്ടാവും. ബിക്കോസ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും തിളപ്പിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ വി യൂസ് ഇൻഡക്ഷൻ. അല്ലെങ്കിൽ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെപ്പോഴും ഗ്യാസ് തന്നെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് വരാം, പ്രൈസ്. ഗ്യാസിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു മാസം ഒരു വീട്ടിലേക്ക് ഒരു സിലിണ്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ മെയിൻലി വാങ്ങുന്നത്, റൈറ്റ്? അപ്പോൾ ഒരു സിലിണ്ടറിന് യൂഷ്വലി ഇറ്റ് വാസ് 900 to 1000 rupees. പക്ഷേ ഇപ്പം പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് ഷോർട്ടേജിൻ്റെ കാര്യത്തിൽ. ഇൻഡക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 1500 to 1000 റേഞ്ചിലൊക്കെ നല്ല നല്ല ഇൻഡക്ഷൻസ് കിട്ടുന്നതാണ്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 1 year ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഡക്ഷൻ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ലഭിക്കും. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നത് ഇൻഡക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് നല്ല രീതിയിൽ കൂടും എന്നാണ്. പക്ഷെ ആക്ച്വൽ ഇലക്ട്രിസിറ്റി ബില്ലും ഗ്യാസിന്റെ പ്രൈസും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 300 to 500 അല്ലെങ്കിൽ ഒരു 500 to 700 rupees വരെ നമുക്കൊരു മന്തിൽ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ലൈറ്റ് കുക്കിംഗ് ആണെങ്കിൽ ഒരു 300 to 500 എന്തായാലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹെവി കുക്കിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ബില്ല് കൂടിയേക്കാം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്മോൾ യൂസേജിന് നമുക്ക് ഇൻഡക്ഷൻ പെർഫെക്റ്റ് ആണ്. ഓൾസോ ഹെവി യൂസിനാണെങ്കിൽ ഗ്യാസ് തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് സേഫ്റ്റിനെ പറ്റി നോക്കാം.
സേഫ്റ്റിയുടെ കാര്യം നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കും ഗ്യാസ് പൂട്ടിയിട്ടുണ്ടോ എല്ലാം നമ്മൾ ആലോചിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. ഇനിയിപ്പോൾ ഗ്യാസ് ലീക്ക് ഉണ്ടോ, ഓൾസോ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒബ്വിയസ്ലി അതൊരു സീരിയസ് ടെൻഷൻ തന്നെയാണ്. അതേസമയം തന്നെ നമ്മൾ ഇൻഡക്ഷൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് വരുന്നു, വെസൽ വെക്കുന്നു, നമ്മൾ ആ വെസൽ എടുക്കുന്ന സമയത്ത് തന്നെ ഹീറ്റ് കംപ്ലീറ്റ്ലി ഓഫ് ആവുകയാണ്, അവിടെ ഫ്ലെയിം വരുന്നില്ല. അപ്പം അധികം അപകടങ്ങളൊക്കെ നമുക്ക് ഇൻഡക്ഷൻ യൂസ് ചെയ്യുന്നതോടുകൂടി ഒഴിവാക്കാവുന്നതാണ്. ഓൾസോ ഇൻഡക്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡക്ഷന് അനുസരിച്ചിട്ടുള്ള പാത്രങ്ങൾ തന്നെ മേടിക്കേണ്ടി വരും. അതർവൈസ് നമ്മൾ വേറെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പാത്രങ്ങളുടെ അടിയൊക്കെ പൊള്ളിപ്പോവും, ലൈക്ക് കത്തിപ്പോവും. സോ ഇൻഡക്ഷൻ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇൻഡക്ഷനിൽ സേഫ് ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇൻഡക്ഷൻ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഗ്യാസിനെക്കാട്ടിലും 2 പടി മുന്നിലായിരിക്കും. പക്ഷേ ഇൻഡക്ഷനും പ്രോബ്ലംസ് ഉണ്ട്. ഒരു പവർ കട്ട് വന്നാൽ കഴിഞ്ഞു, നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ആ ദിവസം പട്ടിണി കിടക്കേണ്ടി വരും. സോ പവർ കട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഇൻഡക്ഷൻ്റെ കാര്യത്തിൽ നമുക്കതൊരു ബിഗ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ കൂട്ടാം. പക്ഷേ ഗ്യാസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ലൈറ്റ് വേണ്ട, കറണ്ട് വേണ്ട, ഒന്നും വേണ്ട, നമുക്ക് ഏത് സമയം വേണമെങ്കിലും വന്ന് ഫുഡ് ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് കൂടുതലും ഈ റൂറൽ ഏരിയാസിലൊക്കെ ഇപ്പോഴും ഗ്യാസ് കുക്കിംഗ് തന്നെ അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം ആ ഏരിയാസിലൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പവർ കട്ട് ഉണ്ടാവുന്നുണ്ടാവും. സോ ഈ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് ഗ്യാസിന് ഒരു പോയിന്റ് കൊടുക്കാം. സോ ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു അവസ്ഥയും കൂടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ഷോർട്ടേജ് വരുന്നുണ്ട്, പ്രൈസ് നല്ലോണം കൂടുന്നുണ്ട്. സോ ഈ ഒരു അവസ്ഥയിൽ ആളുകൾ കൂടുതലും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇൻഡക്ഷൻ കുക്കർ പോലത്തെ പുതിയ പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ആളുകൾ ഇപ്പോൾ കൂടുതലും തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗ്യാസിന്റെ പ്രോബ്ലം വന്ന ടൈമിൽ തന്നെ ഇൻഡക്ഷൻ കുക്കർ എല്ലാ സ്ഥലത്തും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി. സോ ഇപ്പോൾ കറന്റ്ലി ഇൻഡക്ഷൻ കുക്കറിന് നല്ല ഡിമാൻഡാണ്. കാരണം ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, വലിയ വലിയ സിറ്റീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണം. കൂടാതെ ഈ ഗ്യാസിന്റെ പ്രൈസും കൂടെ കൂടിയപ്പോൾ ആളുകളൊക്കെ കൂടുതലും ഇപ്പോൾ ഇൻഡക്ഷൻ ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. സോ ഫ്യൂച്ചറിൽ ഈ ഇലക്ട്രിക് കുക്കിംഗ് കൂടുതലും പോപ്പുലർ ആവാൻ നല്ല സാധ്യതയുണ്ട്. സോ സ്ട്രെയിറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്യാസ് ഓർ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടിനും 2 രീതിയിലുള്ള സ്ട്രെങ്ത്തും അഡ്വാൻറ്റേജസും ഉണ്ട്. ഇപ്പോൾ ഗ്യാസ് നോക്കുകയാണെങ്കിൽ ഗ്യാസിന്റെ നല്ല നല്ല കാര്യങ്ങളുണ്ട്, ഇൻഡക്ഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ട്. സോ ബെറ്റർ നമുക്ക് രണ്ടും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹയർ അല്ലെങ്കിൽ നല്ല ഹെവി യൂസിനാണെങ്കിൽ നമുക്ക് ഗ്യാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് വല്ലതും ഉണ്ടാക്കാൻ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് ഒബ്വിയസ്ലി ഇൻഡക്ഷൻ വീട്ടിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ഇപ്പോഴത്തെ ഇന്ത്യയിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഗ്യാസ് പ്രൈസ് നല്ലോണം കൂടുന്നത് കൊണ്ട് നമ്മുടെ കുക്കിംഗ് രീതികളും നല്ല രീതിയിൽ മാറുന്നുണ്ട്. ഇനി അങ്ങോട്ടും നല്ല രീതിയിൽ മാറാനും സാധ്യതയുണ്ട്. ഓൾസോ ഈ ഇൻഡക്ഷൻ കുക്കിംഗ് എനർജി എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അതിലോട്ട് മാറുന്നുണ്ട് നന്നായിട്ട്. പക്ഷേ ഗ്യാസ് സ്റ്റൗ ട്രഡീഷണൽ കുക്കിങ്ങിന് ഇപ്പോഴും പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ ഇൻഡക്ഷനിലുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു ഐറ്റം മാത്രമേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 ഇൻഡക്ഷനൊക്കെ വാങ്ങി ഒരുമിച്ച് 2 എണ്ണമൊക്കെ കുക്ക് ചെയ്യാം. ബട്ട് മോസ്റ്റ്ലി ആളുകളൊക്കെ ഒരു ഇൻഡക്ഷനെ വാങ്ങാറുള്ളൂല്ലോ. ആ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് ഗ്യാസിലുള്ളത് പോലെ നമുക്ക് 3 ബേണേഴ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഒരൊറ്റ ഇൻഡക്ഷനേ ഉള്ളൂ. സോ നമുക്ക് ഒരേ സമയത്ത് ഒറ്റ ഐറ്റം മാത്രമേ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇൻഡക്ഷൻ ആണെങ്കിൽ സ്പീഡിന്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ കുടുംബങ്ങൾ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒറ്റയ്ക്ക് നിൽക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇൻഡക്ഷൻ വളരെ വളരെ കൺവീനിയൻ്റ് ആണ്. പക്ഷേ വലിയ ഫാമിലി അല്ലെങ്കിൽ ഹെവി യൂസേജിനൊക്കെ ഒബ്വിയസ്ലി ഗ്യാസ് തന്നെയാണ് നല്ല ഓപ്ഷൻ. സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇൻഡക്ഷൻ തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ ലീക്കേജ് കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇൻഡക്ഷന് യൂസ് ചെയ്യേണ്ട കുക്ക് വെയർ പാത്രങ്ങളൊക്കെ നമുക്ക് അത് ചെറിയൊരു ലിമിറ്റേഷൻ ആണ്. കാരണം വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും വെച്ചിട്ട് നമുക്ക് ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വി നീഡ് ഇൻഡക്ഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാത്രങ്ങൾ, റൈറ്റ്? അതുപോലെ ഇലക്ട്രിസിറ്റി നല്ല രീതിയിൽ അവൈലബിൾ ആവുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഇസ് ഫൈൻ. ബട്ട് ഇലക്ട്രിസിറ്റി എപ്പോഴും പോകുന്ന അങ്ങനത്തെ ഒരു പവർ കട്ടൊക്കെ എപ്പോഴും നടക്കുന്ന ഒരു ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഗ്യാസ് ആണ് ഒബ്വിയസ്ലി റിലയബിൾ. ക്ലീനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഗ്യാസിനെക്കാട്ടിലും ഇൻഡക്ഷൻ ആയിരിക്കും കുറച്ചുകൂടെ ഈസി ആൻഡ് ബെറ്റർ കൺവീനിയന്റ് ഓപ്ഷൻ. കൂടാതെ ലോങ് ടേം ആയിട്ട് എനർജി സേവിങ് നമുക്ക് ഇൻഡക്ഷനിലൂടെ സാധ്യമായിട്ട് വരുന്നുള്ളൂ. ഇപ്പൊ ഗ്യാസിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിമിന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ലീക്കേജിന്റെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മുടെ ഫ്യൂവൽ കുറേയൊക്കെ ലോസ്റ്റ് ആയി പോകുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ഇന്ത്യൻ കുക്കിംഗ് നമുക്ക് കംപ്ലീറ്റ്ലി ഇൻഡക്ഷൻ വഴി റീപ്ലേസ് ചെയ്യുന്നത് സാധ്യമല്ല. പക്ഷേ ഫ്യൂച്ചറിൽ മേ ബി ഹൈബ്രിഡ് കുക്കിംഗ് ആയിരിക്കും കുറച്ചുകൂടെ
നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. ഹൈബ്രിഡ് കുക്കിംഗ് ഇപ്പോഴും ആക്ച്വലി ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഗ്യാസും ഇൻഡക്ഷനും ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ചെറിയൊരു റിയാലിറ്റി ചെക്ക് കിട്ടിയെന്ന് തോന്നുന്നു. നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്, ഗ്യാസ് ഓർ ഇൻഡക്ഷൻ, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനിലേക്കാണോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എത്തുന്നത്? പ്ലീസ് ഡു കമൻറ്റ് ബിലോ. നമുക്ക് ഈ കാര്യം ഡിസ്കസ് ചെയ്യാം. ഓൾസോ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ബോസ്വാല ഡെയിലി മലയാളം യൂട്യൂബ് ചാനൽ. സോ ഇതുപോലെയുള്ള റിയൽ ലൈഫ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ until then, stay tuned and thanks for watching. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.